എടവനക്കാട് SP സഭ LP സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും നടന്നു. പ്രധാന അധ്യാപിക ജിന TS സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്കൂൾ മാനേജർ TK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന അബ്ദുൽ സലാം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപക പ്രതിനിധി നിഷ KK വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ ലീഡർ കുമാരി സഫ മറിയം, മദർ PTA പ്രസിഡന്റ് പ്രിയ അനിൽ തുടങ്ങിയവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. സ്കൂൾ മാനേജർ TK ഉണ്ണികൃഷ്ണൻ എൻറോൾമെന്റ് വിതരണം നടത്തി. തുടർന്ന് പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും നന്ദിയും PTA പ്രസിഡന്റ് രേഷ്മ PS നിർവഹിച്ചു. MG യൂണിവേഴ്സിറ്റിയിൽ എക്കണോമിക് PhD നേടിയ നസീറ സബീറിനെ ആദരിക്കൽ നടന്നു. വായിക്കുന്ന ഒരു ആളുടെ പടം കണ്ടല്ലോ. അദ്ദേഹം നമ്മുടെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ സീനിയർ സൂപ്രണ്ടാണ്. മൃദംഗ വിദ്വാനാണ്. ഒരുപാട് വേദികളിൽ മൃദംഗ വാദനം നടത്തിയിട്ടുള്ള ആളുമാണ്. ഒരുപാട് അവാർഡുകളൊക്കെ നേടിയിട്ടുണ്ട്. അദ്ദേഹവും ഈ ഒരാഴ്ച കൊണ്ട് നമ്മുടെ വൈപ്പിൻ ഉപജില്ലയിൽ നിന്ന് ട്രാൻസ്ഫറായി തൃപ്പൂണിത്തുറയിലേക്ക് പോയി. അതും നമുക്ക് ഈ സമയമാറ്റത്തിൻ്റെ വ്യത്യാസം കൊണ്ട് സംഭവിച്ച ചില കാര്യങ്ങളാണ്. അദ്ദേഹം തൃപ്പൂണിത്തുറയ്ക്ക് പോയി. പിന്നൊരു കാര്യം കൂടെ ഉള്ളത്, അദ്ദേഹത്തിന് തിരിച്ചിങ്ങോട്ട് തന്നെ ട്രാൻസ്ഫറായി. നാളെയാണ് ഇനി അദ്ദേഹം തിരിച്ചു വരുന്നത്. അപ്പോഴും ഒരു അല്പസ്വല്പം ഭാഗ്യക്കേടിൻ്റെ ചെറിയ ചെറിയ ഓരോ വീഴ്ചകൾ. നേരെ മറിച്ച് ഇന്ന് അദ്ദേഹം വരുവാണെങ്കിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ വാദനവും അദ്ദേഹത്തോടൊപ്പം പാടാൻ ഞാൻ ഇവിടുത്തെ ഒരു രക്ഷിതാവിനെ വരെ ഏൽപ്പിച്ചിരുന്നതാണ്. പക്ഷെ ഇതൊന്നും ഇപ്പോൾ നടന്നില്ല. അപ്പോൾ അദ്ദേഹവും അത് വലിയൊരു നഷ്ടം തന്നെയാണ്. ഇനി പറഞ്ഞ പോലെ അദ്ദേഹം സ്ഥലത്ത് ഇനിയും വൈപ്പിൻ ഉപജില്ല ഓഫീസിൽ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു അവസരം നമുക്ക് വീണ് കിട്ടുമായിരിക്കും. പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂവണി മേടലും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി പിഞ്ചു കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. നമസ്കാരം. വളരെ ശുഷ്കമായ വേദിയാണ്, എന്നാലും സദസ്സാണ്. വേദിയിലും പറഞ്ഞ ആളുകളൊന്നും അധികം എത്തിയിട്ടില്ല. എങ്കിലും ഏതാണ്ട് 1 മണിക്കൂറോളം നമ്മൾ വൈകിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും അധികം സമയം കളയാനില്ല. നമ്മുടെ സ്കൂളിൻ്റെ വാർഷികാഘോഷം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഈ ഗ്രാമത്തിൻ്റെ തന്നെ ഒരു ഉത്സവമായിട്ടാണ് ഇത് കൊണ്ടാടാറുള്ളത്. എല്ലാവർക്കും അറിയാം. അത് വൈകുന്നേരത്തെ പരിപാടിയാണെങ്കിൽ അങ്ങനെ നടക്കാറുള്ളൂ, അല്ലേ? സാധാരണ ഈ സദസ്സ് സ്കൂൾ ഗ്രൗണ്ട് നിറഞ്ഞ് കവിഞ്ഞ് റോട്ടിലും പഞ്ചായത്തിൻ്റെ പരിസരത്ത് വരെ ആളുകൾ തിങ്ങി നിറഞ്ഞിട്ടുള്ളൊരു സദസ്സാണ് നമുക്കുണ്ടാകാറുള്ളത്. പക്ഷേ ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, കുറച്ച് പേര് നോമ്പ് കാലമാണ്. നോമ്പ് പിടിച്ചിരിക്കുന്ന സമയമായതുകൊണ്ട് വൈകുന്നേരത്തെ പരിപാടി ഒഴിവാക്കണമെന്ന് കുറച്ച് സഹോദരങ്ങളുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ടാണ് നമ്മളിത് പകലാക്കിയത്. ഇതിനു മുൻപ് നമ്മളൊരു ദിവസം വച്ചു. അന്ന് തീരദേശ ഹർത്താലായി. അതും നമ്മുടെ പരിപാടി നീക്കി വയ്ക്കാനുള്ളൊരു കാരണമായി തീർന്നു. തീരദേശ ഹർത്താലും ഇതേപോലെ തന്നെ നമ്മളുടെ ഭൂരിഭാഗം കുട്ടികളും തീരദേശ നിവാസികളായതുകൊണ്ട് അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മതിയാവൂ. അതുകൊണ്ട് തന്നെ നമ്മളന്ന് നോട്ടീസൊക്കെ അടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അത് മാറ്റിവെക്കേണ്ടി വന്നത്. അതുകൊണ്ട് അതും കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടായി. എങ്കിലും കുഴപ്പമില്ല. ഞങ്ങൾ പിന്നീട് അത് സ്റ്റിക്കർ വെച്ച്, സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നോട്ടീസൊക്കെ ചിലപ്പോൾ അറിയാൻ പറ്റും. ചില സമയത്തിനൊക്കെ ഉള്ള മാറ്റം വരുത്തി, സമയം തീയതി ഒക്കെ മാറ്റം വരുത്തി അതിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചാണ് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തത്. രണ്ടാമത് വെച്ച ദിവസം പറഞ്ഞ പോലെ പിന്നീട് നോക്കിയപ്പോൾ നോമ്പ് പെരുന്നാൾ കഴിഞ്ഞിട്ട് വെക്കാമെന്ന് കരുതി ഏപ്രിൽ 2-ാം തീയതി വെച്ചു. അതും
PTA തീരുമാനം അനുസരിച്ചാണ് ഏപ്രിൽ 2-ാം തീയതി വെച്ചത്. പക്ഷെ അതും പ്രായോഗികമല്ല എന്ന് പിന്നീട് മനസ്സിലായി. കാരണം 27-ാം തീയതി പരീക്ഷ കഴിയും നമ്മുടെ. അത് കഴിഞ്ഞ് 28, 29, 30, 31 അങ്ങനെ ഒരു 5 ദിവസത്തിന് ശേഷമാണ് പിന്നത്തെ ഡേറ്റ് നമ്മൾ കണ്ടെത്തിയത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ വെക്കേഷൻ ആവാൻ നോക്കിയിരിക്കുകയാണ്. മധ്യവേനലവധി എന്ന് പറഞ്ഞാൽ അവർ പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ തന്നെ എവിടെയെങ്കിലുമൊക്കെ വിരുന്നു പോകുന്ന സമയമാണ്. കുഞ്ഞു കുട്ടികളാണ്. അപ്പം അതും ബുദ്ധിമുട്ടായി. അങ്ങനെ 3-ാമത്തെ ദിവസമാണ് ഈ എടുത്ത ഇന്നേ ദിവസം മാർച്ച് 13 വ്യാഴം. അതോടൊപ്പം തന്നെ ഇന്നലെ പഠനോത്സവവും നമ്മൾ അരങ്ങേറി. അതിലും കുറേ പേരൊക്കെ പങ്കെടുത്തു. അതാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് ആദ്യം തന്നെ ഒരു ക്ഷമ ചോദിക്കുന്നു. ഇന്ന് വർക്കിംഗ് ഡേ ആണ്. സാധാരണ പണിക്കാരൊക്കെ ആണ് നമ്മുടെ രക്ഷിതാക്കളെല്ലാവരും. ജോലി കളഞ്ഞ് രാവിലെ എല്ലാവരും വരിക എന്നുള്ളത് എല്ലാവരെയും കൊണ്ട് നടക്കുന്ന കാര്യമല്ല. സാധാരണ ദിവസക്കൂലിക്കാരായ ആളുകളോട് എല്ലാവരോടും ജോലി കളഞ്ഞിട്ട് വരാൻ പറയാൻ നിവൃത്തിയില്ല. എങ്കിലും വന്നെത്തിയ എല്ലാവർക്കും, ഇത്രയും പേരെങ്കിലും വന്നെത്തിയതിൽ വളരെ സന്തോഷം അറിയിക്കുന്നു. ഇതിലും ഷൈനാമോൾ മാഡത്തെ ഞാൻ ഈ രീതിയിലേക്ക് ക്ഷണിക്കുകയാണ്. വരുന്ന ക്രമത്തിൽ നമുക്കവരെ സ്വാഗതം ചെയ്യാം. അതുപോലെ തന്നെ ആദരവ് ഏറ്റുവാങ്ങുന്നത് 3 പേരായിരുന്നു നമ്മുടെ നോട്ടീസിൽ. ശ്രദ്ധിച്ചു കാണും, 3 പേരുണ്ടായിരുന്നു. ഒന്ന് മികച്ച നാടക നടനുള്ള അവാർഡ് നേടിയ ശ്രീ ഗിരീഷ് ദേവി. നമ്മുടെ ആദ്യത്തെ തീയതി അനുസരിച്ചിട്ടാണ് അദ്ദേഹം വരാമെന്ന് ഏറ്റത്. ഇന്നലെ അദ്ദേഹത്തിന് ആലപ്പുഴയിൽ പരിപാടിയുണ്ട്. ഇന്നും അദ്ദേഹത്തിന് പരിപാടി ഉള്ളതുകൊണ്ട് ആലപ്പുഴയിൽ താമസിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നായരമ്പല തൊട്ടയൽക്കാരനാണ്, നായരമ്പല നിവാസിയാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഇന്നലെയും ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ ഇന്നലെ താമസിച്ചിട്ട് ഇന്നത്തെ പരിപാടി കൂടി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് വരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് കാണാനുള്ള ഒരു വലിയൊരു അവസരമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. എങ്കിലും ഞങ്ങൾ ഏതെങ്കിലും ഈയൊരു അവസരത്തിൽ അദ്ദേഹത്തെ നമ്മുടെ സ്കൂളിലേക്ക് ക്ഷണിക്കുകയും നമുക്കെല്ലാവർക്കും അദ്ദേഹത്തോട് സംവദിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. ഒരു വർഷത്തെ പഠനത്തിന് ശേഷം നമ്മുടെ കുട്ടികളുടെ കഴിവ്, കലാപരമായിട്ടുള്ള കഴിവ് പ്രദർശിപ്പിക്കുന്ന ദിവസമാണ്. 106 വർഷത്തെ പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ നിന്നും നിരവധി പ്രഗത്ഭരെ നമുക്ക് വാർത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് ഈ വിദ്യാലയത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ഈ 100 വർഷത്തോളം ഭംഗിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നിങ്ങളുടെ കുഞ്ഞുമക്കളെ ഈ സ്ഥാപനത്തിൽ വിട്ട് പഠിപ്പിക്കാൻ താല്പര്യവും ആവേശവും കാണിച്ച രക്ഷിതാക്കൾ ഓരോരുത്തരോടും മാനേജർ എന്നുള്ള രീതിയിലും ഈ സഭയുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും ഞാൻ ആദ്യമേ പ്രകടിപ്പിച്ചുകൊള്ളട്ടെ. ഈ സഭയുടെ 100 വർഷത്തെ പാരമ്പര്യം നമുക്കറിയാം. എൻ്റെ മുമ്പിൽ ഇവിടെ 10-75 വർഷം മുമ്പ് പഠിച്ച വിദ്യാർത്ഥികളുണ്ട്. പുരുഷൻ ചേട്ടനെ പോലുള്ളവർ എൻ്റെ അച്ഛൻ്റെ കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ളവരാണ്. അദ്ദേഹത്തിൻ്റെ മകനും അവർ 3 തലമുറ ഇപ്പം എൻ്റെ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട് ഈ വേദിയിൽ. പുരുഷേട്ടൻ ശ്രദ്ധിക്കണില്ല എന്നാണ് എനിക്ക് തോന്നാം. ഓക്കെ, 3 തലമുറ ഇപ്പോൾ ഈ സദസ്സിലിരിപ്പുണ്ട്, ഈ സ്ഥാപനത്തിൽ പഠിച്ച. അതുപോലെ തന്നെ എൻ്റെ ഏകദേശം 5 തലമുറ ഈ സ്ഥാപനത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, ഞാൻ, എൻ്റെ മക്കൾ. അപ്പോൾ ഞങ്ങളൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ നമുക്കറിയാം, ഷീല ടീച്ചർ, അങ്ങനെയുള്ള HMമാർ ഇവിടെ വളരെ കർക്കശമായ രീതിയിൽ
അധ്യയനം നടത്തിയിരുന്ന കാലഘട്ടമാണ്. അന്ന് HMന് ഇവിടുത്തെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പേടിയായിരുന്നു. പക്ഷെ ഇന്ന് കാലഘട്ടം മാറി. തല്ലാനോ പിണങ്ങാനോ പേടിപ്പിക്കാനോ പാടില്ലാത്ത ഒരവസ്ഥ. ഒരു കുട്ടിയെ എന്തെങ്കിലും പറഞ്ഞ് വടി കാണിച്ചോ അല്ലെങ്കിൽ പേടിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവൻ ഇങ്ങോട്ട് നിയമം നമ്മളെ പഠിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. എൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം എൻ്റെ മോൻ ഇവിടെ പഠിക്കുന്ന സമയത്ത് 10-14 വർഷം മുമ്പ് തന്നെ ഞാൻ പേടിപ്പിക്കുമ്പോൾ അവൻ ഇങ്ങോട്ട് പറയും, അവരുടെ ചൈൽഡ് ആക്ട് അനുസരിച്ച് അവൻ കേസ് കൊടുക്കുന്നു. കേസ് HMൻ്റെ കയ്യിൽ കൊടുക്കുന്നു. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഒരമ്മ ഒരു വിദ്യാർത്ഥിയെ മകനെ പിണങ്ങിയിട്ട് അവൻ 4 കിലോമീറ്റർ ഒറ്റക്ക് നടന്നു പോയി ഫയർഫോഴ്സ് ഓഫീസിൽ പോയി, പോലീസ് സ്റ്റേഷനാണെന്ന് കരുതി ഫയർഫോഴ്സ് ഓഫീസിൽ കയറി കംപ്ലൈൻറ്റ് കൊടുത്ത് അമ്മയുടെ പേരിൽ അമ്മ എന്നെ പിണങ്ങി എന്നുള്ള രീതി. അതിൻ്റെ പരിണത ഫലം തന്നെയാണ് ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് SP സഭാ സ്കൂളിൻ്റെ സ്കൂൾ വാർഷികാഘോഷമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു പരിപാടിയാണ്. സഭാ സ്കൂളിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ ആഘോഷമാണ്. കാരണം എന്നെ ഞാനാക്കി മാറ്റിയത് SP സഭാ സ്കൂളാണ്. അത് പറയാൻ കാരണം, ഞാൻ 2007 12ാം വാർഡിൽ ഒരു ബൈ ഇലക്ഷനിൽ കൂടി ജനപ്രതിനിധിയായി വരുന്നത്. നമുക്കറിയാം, ജനപ്രതിനിധിയായി വരുമ്പോഴും നമ്മൾ ഏതൊരു പരിപാടികളിലും പങ്കെടുക്കുമ്പോൾ മൈക്കിൻ്റെ മുന്നിൽ നിൽക്കുക എന്ന് പറയുന്നത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏത് ധൈര്യമുള്ളവനും ചെറിയ ഹൃദയമിടിപ്പോടുകൂടി മാത്രമേ നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. 2007 തെരഞ്ഞെടുപ്പിന് ശേഷം 2010 ഞാൻ ഈ സഭാ സ്കൂളിൽ ഇരിക്കുന്ന 14ാം വാർഡിലെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ തുടർച്ചയായിട്ടിപ്പോൾ 3ാം തവണയാണ് ഈ വാർഡിലെ ജനപ്രതിനിധിയാവുന്നതും അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും ചെയ്യുന്നത്. അപ്പോൾ 2010 മുതൽ SP സഭാ സ്കൂളിലെ എല്ലാ പരിപാടികളിലും ഞാൻ പങ്കെടുത്തു തുടങ്ങി. അങ്ങനെ ഓരോ പരിപാടികളിലും പങ്കെടുക്കുമ്പോൾ ആശംസാ പ്രസംഗം എനിക്ക് കിട്ടും. അപ്പോൾ ആശംസാ പ്രസംഗത്തിന് വേണ്ടി ഞാൻ മൈക്കിൻ്റെ മുന്നിലേക്ക് വരും. ആദ്യമൊക്കെ ചെറുതായിട്ടൊക്കെ ഞാനിങ്ങനെ പഠിച്ചൊക്കെ വരും. അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ മൈക്ക് കണ്ടാൽ പേടിയില്ലാത്ത അവസ്ഥയിലേക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഏത് വേദിയിൽ നിന്നും സംസാരിക്കാൻ പറ്റുന്നൊരു രീതിയിലേക്ക് എന്നെ മാറ്റിയെടുത്തത് ഈ SP സഭാ സ്കൂൾ തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതും, എൻ്റെ വാർഡിലെ എൻ്റെ സ്കൂൾ എൻ്റെ സ്വന്തം വീട് പോലെ, എൻ്റെ വീട്ടിലെ ആഘോഷം പോലെയാണ് ഞാൻ ഈ സ്കൂളിലെ ഓരോ പരിപാടികളിലും പങ്കെടുക്കുന്നത്. ഇന്ന് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു പരിപാടി, സ്കൂൾ ആനിവേഴ്സറിയാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത്. നമുക്കറിയാം, സ്കൂൾ ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു മത്സരമല്ല, മറിച്ച് നമ്മുടെ കുട്ടികളുടെ കലാവാസനകൾ പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും പരിപാടിയിൽ പങ്കെടുക്കാം. മറ്റു പരിപാടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, കഴിവുള്ളവൻ കയറി മത്സരിക്കുകയും അങ്ങനെ സമ്മാനം നേടുകയും ഒരു കോമ്പറ്റീഷനാണ് നടക്കുന്നത്. പക്ഷേ വാർഷികാഘോഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാർഷികാഘോഷം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കലാവാസനകൾ പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരം. അതുകൊണ്ട് എല്ലാ കുട്ടികളും, മിക്കവാറും ഇപ്പോൾ സഭാ സ്കൂളിൽ മിക്ക കുട്ടികളും എല്ലാ പരിപാടികളിലും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കലാ പരിപാടികളൊക്കെ ഉണ്ടാവും. നമുക്ക് അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് പോകാവുന്നതാണ്. ഇപ്പോൾ 2 പ്രാവശ്യം നേരത്തെ ജിൻ ടീച്ചർ പറഞ്ഞു, 2 പ്രാവശ്യം പരിപാടി വെച്ചതാണ്. പലവിധ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് അത് മാറ്റി വെച്ചതാണ്. ഒന്ന് തീരദേശ ഹർത്താൽ, അന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹർത്താൽ മാത്രമായിരുന്നു. എങ്കിലും നമ്മുടെ പഞ്ചായത്ത് ഒരു തീരദേശ പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ
അത്രയും അധികം നമ്മളുടെ ജനങ്ങളോട് സഹകരിക്കുന്നതാണ് എല്ലാ വിധത്തിലും. ഇവിടുത്തെ കമ്മിറ്റി എന്ന് പറയുന്നത് അങ്ങനെയാണ്. അധ്യാപകരാണെങ്കിലും PTA കമ്മിറ്റി ആണെങ്കിലും ജനങ്ങളോടും പഞ്ചായത്തിനോടും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് പോകുന്ന ഒരു സ്കൂളായതുകൊണ്ട് തന്നെയാണ് മാറ്റി വെക്കേണ്ടതായിട്ട് അല്ല എങ്കിലും അത് മാറ്റിവെച്ചത്. അപ്പം അത്തരം രീതിയിലാണ് നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ മാനേജറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ഈ സ്കൂൾ ഞാൻ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു 2010 ഞാൻ വരുമ്പോൾ എങ്ങനെയായിരുന്നു ഈ സ്കൂളെന്നും ഇപ്പോൾ ഇരിക്കുന്ന സ്കൂളിൻ്റെ മാറ്റം എത്രയോ വലുതാണ് എന്നും ഇവിടെ ഓരോ പരിപാടി അന്ന് മുതൽ ഇപ്പോൾ നേരത്തെ മാനേജർ പറഞ്ഞു 2ഉം 3ഉം തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അറിയാൻ പറ്റും എത്രയോ മാറ്റങ്ങൾ ഈ ചെറിയ ഒരു LP സ്കൂളിനുണ്ട് എന്നുള്ളത്. അത്രയും രീതിയിൽ എല്ലാ മേഖലകളിലും ഇടപെട്ടുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള സംഭാവനകളും ഫണ്ടുകളും ഒക്കെ മേടിച്ചെടുത്തുകൊണ്ട് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളും വികസനങ്ങളും ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു PTA കമ്മിറ്റിയും സ്കൂൾ മാനേജറുമാണ് നമ്മുടെ ഈ സ്കൂളിലുള്ളത്. അതിനൊക്കെ പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുകയാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എന്നോട് പറയുകയും അല്ലെങ്കിൽ വാർഡ് മെമ്പറായിരിക്കുമ്പോഴും കിട്ടേണ്ട കാര്യങ്ങളൊക്കെ പരമാവധി മേടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്ന മാനേജറാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ. പ്രത്യേകിച്ച് നമ്മളത് ഏറ്റവും അങ്ങനെ ആയിരിക്കണം. ഒരു സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ മികവുറ്റതാക്കി മാറ്റണമെങ്കിൽ അതിൻ്റെ കമ്മിറ്റിയും മാനേജരും അധ്യാപകരും എല്ലാവരും നന്നായി പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ സ്കൂൾ നന്നായിട്ട് പോവുകയുള്ളൂ. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിരുന്നൊരു കാലഘട്ടത്തിലല്ല ഇന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി. ഇപ്പോൾ ഞാൻ ജനിച്ചു വളർന്നത് കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ നിന്നും ഒരുപാട് ദൂരം കടന്നു വേണം ഞാൻ പഠിക്കുന്ന സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ താമസിക്കുന്നത് അത്താണി എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അപ്പോൾ സ്കൂള് പഠിക്കുന്നത് കൊടുങ്ങല്ലൂർ ഗേൾസ് ഹൈസ്കൂളിലാണ്. അപ്പോൾ ഒരുപാട് കിലോമീറ്റർ നടന്നു വേണം സ്കൂളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ. അപ്പം നടന്നാണ് സ്കൂളിലേക്ക് പോകുന്നത്. ഇന്നിപ്പോൾ നമുക്കറിയാം നമ്മളെങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തുന്നത്. നമ്മൾ പഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്നിപ്പോൾ എല്ലാ മാതാപിതാക്കളും ഇന്ന് ജോലിയുള്ളവരാണ്. നമുക്കറിയാം ഇന്ന് ജോലിയില്ലാതെ കുടുംബം കൊണ്ടുപോകുവാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് 15 വയസ്സുകാരൻ മറ്റൊരു 15 വയസ്സുകാരനെ തല്ലിക്കൊന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ ആ വാക്കാണ് പേരുണ്ട്. ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് അധ്യാപകരുടെ പരിമിതികൾ മാത്രമുള്ള ഒരു വിഭാഗമായി തീർന്നിട്ടുണ്ട് ഞങ്ങൾ അധ്യാപകർ. കുട്ടികളെ വഴക്ക് പറയാൻ പാടില്ല, പഠിക്കാത്തതിന് ഒന്നും പറയാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല, അടിപിടികളിൽ ഇടപെടാൻ പാടില്ല. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഞങ്ങൾക്കിത് പുറത്ത് പറയാനും പരിമിതികളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ ഞങ്ങൾ പ്രസിഡന്റ് ഇത്രയും വിശദമായും കാര്യമായിട്ട് ഇത് അവതരിപ്പിച്ചത് വളരെ സന്തോഷവും അറിയിക്കുകയാണ്. വളരെ സന്തോഷമല്ല, നന്ദി അറിയിക്കുകയാണ്. ഈ പറഞ്ഞതിൽ 100% പറഞ്ഞതല്ല 100% വാസ്തവമാണ്. ഇനി ഇതിലും ഭീകരമായ കാര്യങ്ങൾ നടക്കാനുള്ളതുമാണ്. നേരത്തെ പറഞ്ഞാൽ 15 വയസ്സുകാരിൽ നടന്ന സംഭവങ്ങൾ 5ാം ക്ലാസ് പ്രൈമറി ക്ലാസ്സുകളിൽ ഇതുപോലൊന്നും നടക്കാൻ ഉള്ള അവസരം വിദൂരമല്ല എന്ന് പറയുകയാണ്. ഒരാളെ തല്ലിക്കൊല്ലാനുള്ള അത്രയും ഭീകരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 1ാം ക്ലാസ്സിൽ ഇത് സംഭവിക്കാൻ അധികം കാലതാമസമില്ല എന്ന് ഞാൻ നിങ്ങൾ രക്ഷിതാക്കളോട് അറിയിക്കുകയാണ്. എന്നുവെച്ചാൽ നമ്മൾ മുമ്പൊക്കെ വിചാരിക്കും ഇംഗ്ലീഷ് ഈ അമേരിക്കയിലുടെയൊക്കെ വിദ്യാർത്ഥികൾ വെടിവെച്ച് കൊന്നു എന്ന് പറയും. നമ്മളന്നൊക്കെ അതിശയിച്ചിട്ടുണ്ട് അല്ലേ. 10 വയസ്സ് 15 വയസ്സുള്ള കുട്ടികൾ പരസ്പരം വെടിവെച്ച് കൊല്ലുന്നു. ഇപ്പം നമ്മുടെ നാട്ടിലെത്തിയില്ലേ, അധികം വൈകില്ല. അത് നിങ്ങൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം, രക്ഷിതാക്കളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. രക്ഷിതാക്കളെ അധ്യാപകരെ കൂച്ചുവിലങ്ങിട്ട് ആത്മവിശ്വാസവും ആത്മവീര്യവും കളയുന്ന പ്രവൃത്തികൾ പല രക്ഷിതാക്കളുടെ ഇടയിൽ നിന്ന് ഞങ്ങൾ നേരിടാറുണ്ട്. അപ്പം അത് ഇതുപോലുള്ള ഭീകരമായ കാര്യങ്ങൾ, അവിശ്വസനീയമായ കാര്യങ്ങൾ നമ്മുടെ മുറ്റത്തും നടക്കാതിരിക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വളരെ വളരെ നന്ദി പ്രസിഡന്റ് പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും. വളരെ മാനേജർ TK ഉണ്ണികൃഷ്ണൻ, HM ജിന ടീച്ചർ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടകയുമായ സിന, മറ്റ് വിശിഷ്ട വ്യക്തികളെ, സദസ്സിലും വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ,
2025 ഫെബ്രുവരി 27 വ്യാഴാഴ്ച വാർഷികാഘോഷ ദിനത്തിൽ SP സഭ LP സ്കൂളിൽ നഴ്സറി സ്കൂൾ അധ്യാപക രക്ഷകത്വ സംഘടന എന്നിവയുടെ വാർഷിക റിപ്പോർട്ട് 2024 മാർച്ച് 7 ശേഷമുള്ള ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ അധ്യയന വർഷത്തിൽ 1 മുതൽ 4 വരെ ക്ലാസുകളിലായി 172 കുട്ടികളും നഴ്സറി വിഭാഗത്തിൽ 62 കുട്ടികളുമാണ് ഉള്ളത്. നിലവിൽ സ്റ്റാൻഡേർഡ്സിൽ 9 അധ്യാപകരും നഴ്സറി വിഭാഗത്തിൽ 3 അധ്യാപകരും 2 ആയമാരും പ്രവർത്തിച്ചു വരുന്നു. നാളിതുവരെ സ്കൂൾ വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ മാനേജ്മെൻറ്റാണ് നടത്തിയിരുന്നത്. എന്നാൽ ഈ അധ്യയന വർഷം മുതൽ സ്കൂൾ വാഹനങ്ങളുടെയും മറ്റ് അറ്റകുറ്റപ്പണികളും ടാക്സ്, ഡീസൽ, ജീവനക്കാരുടെ ശമ്പളം മുതലായവയും അധ്യാപകരുടെ ചുമതലയായി. ആയത് അധ്യാപകർക്ക് താങ്ങാനാവുന്നതിലധികം അധിക ഭാരമായി എന്നത് അറിയിക്കട്ടെ. ഉപജില്ലാതല മത്സരങ്ങൾ 2024-25 അധ്യയന വർഷത്തിൽ നമ്മുടെ വിദ്യാലയം പല വിധത്തിലും സുവർണ നേട്ടം കൈവരിച്ചു. ഉപജില്ലാ മാത്സ് ഫെയറിൽ 5 വിഭാഗങ്ങളിൽ A ഗ്രേഡ് നേടി 4ാം സ്ഥാനം കരസ്ഥമാക്കി. പ്രവൃത്തി പരിചയമേളയിൽ പങ്കെടുത്ത 10 ഇനങ്ങളിൽ 7 ഇനങ്ങളിൽ A ഗ്രേഡോടെ 7ാം സ്ഥാനം കരസ്ഥമാക്കി. കുട്ടികളെ, അധ്യാപകരെ, രക്ഷകർത്താക്കളെ, നമ്മെ എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ പരിപാടിക്ക് വേണ്ടി വന്നതല്ലായിരുന്നു. ഞാൻ പഞ്ചായത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ പ്രസിഡന്റ് ഹസീന അബ്ദുസലാമിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അതെന്താണെന്നറിയാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും എന്നെ ഇഷ്ടപ്പെടുകയും ഞാൻ ബഹുമാനിക്കുകയും ചെയ്യുന്ന ദിന ടീച്ചർ എന്നെ വിളിച്ചു ഇവിടെ സ്റ്റേജിൽ വന്നിരിക്കണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ സ്റ്റേജിലേക്കൊന്നും അധികം പോകാറില്ല. എന്നാലും ദിന ടീച്ചർ വിളിച്ചപ്പോൾ ഞാൻ വന്നതാണ്. ഏതായാലും എനിക്ക് ഈ സദസ്സ് വളരെ സ്നേഹമുള്ള സദസ്സാണ്. നമ്മുടെ കുട്ടികളുടെ സദസ്സാണ്. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ 2ാം വിദ്യാഭ്യാസ കമ്മീഷനായ കോത്താരി കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ വെക്കുമ്പോൾ ആ റിപ്പോർട്ടിൻ്റെ ആദ്യ ഭാഗം തന്നെ പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഭാവി ഭാഗേതയം നിർണയിക്കുന്നത് ആ രാജ്യത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ